ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ ശ്രുതി അശ്വിൻ്റെ മേത്തെ ആ ഒരു ചായ കളയാൻ വേണ്ടി തുണി വെച്ച് തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അശ്വിൻ ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ശ്രുതി അശ്വിനെ നോക്കുന്നുണ്ട്. അവർ പരസ്പരം നോക്കിക്കൊണ്ടിരുന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ശ്രുതി അശ്വിൻ്റെ ഷർട്ടിൽ നോക്കുന്നത്. അപ്പം അതിലേക്ക് മഞ്ഞപ്പൊടി ആയിട്ടുണ്ട്. അയ്യോ എൻ്റെ ഈശ്വര എന്ന് പറയുമ്പോഴേക്കോ നമ്മുടെ അശ്വിൻ ഷർട്ടിലേക്ക് നോക്കണം. അയ്യേ നീ ഇതെന്താ കാണിച്ചേക്കണത്? സോറി സാർ, അമ്മായിയുടെ ഒരു കാര്യം, അമ്മായി ഇതുകൊണ്ട് മഞ്ഞപ്പൊടി തൂത്തെന്ന് തോന്നുന്നു സാർ. സോറി സാർ, ഇവിടെ എവിടെയാ പൈപ്പ്, ഞാൻ കഴുകിക്കോളാം എന്ന് പറയാണ്. സാർ ഞാൻ കഴുകിത്തരാം, വേണ്ട, ചെയ്തെടുത്തോളം നന്ദി എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി വേണ്ട സാർ, പൈപ്പ് നേരെ പോയാൽ മതി എന്ന് പറയാണ്. സോറി സാർ എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ നേരെ ശ്യാം ഒളിച്ചു നിൽക്കുന്ന വാതിൽ തുറക്കുക കേട്ടോ. ശ്യാം ആ സമയത്ത് വാതിലിന്റെ സൈഡിൽ ഒളിച്ചു നിൽക്കുകയാണ്. ശ്യാം അവിടെ നേരെ വാഷ്റൂമിലേക്ക് അശ്വിൻ നേരെ വാഷ്റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ശ്യാമാണെങ്കിൽ നെഞ്ചിങ്ങനെ പടപടാ പടച്ചിട്ട് ആ വാതിലിന്റെ ഇടയിൽ തന്നെ നിൽക്കുക കേട്ടോ. അതിനുശേഷം കഴുകി കഴിഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷെ അശ്വിൻ ഡ്രസ്സിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഡ്രസ്സിലെ വെള്ളം ഇങ്ങനെ കുടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തല ഉയർത്തി നോക്കാത്തതുകൊണ്ട് നമ്മുടെ ശ്യാമിനെ കാണാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ അശ്വിൻ വാതിലിന്റെ പുറത്തേക്ക് കടന്നിട്ട് വാതിലടക്കുവാണ്. ശ്യാമിന് അപ്പോഴാണ് ജീവൻ തിരിച്ചു കിട്ടിയ പോലെ ഹാവു സമാധാനമായി എന്ന രീതിയിൽ അങ്ങനെ നിൽക്കുന്നത്. അതിനുശേഷം എല്ലാവർക്കും സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുവാണ് നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ പ്രീതിയും കൂടിയിട്ട്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി ചോദിക്കേണ്ട അല്ല, അമ്മായി എവിടെ പോയി, അവര് അപ്പുറത്തുണ്ട് എന്ന് പറയാണ് മുത്തശ്ശി എന്ന് ശ്രുതി പറയുമ്പോൾ, ഞാൻ വിളിക്കാമെന്ന് പറയുമ്പോൾ വേണ്ട, ഞാൻ അവരെ പോയി കണ്ടോളാം എന്ന് പറഞ്ഞ് മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രണ്ടുപേരും കൂടി മൂലക്ക് മാറി സംസാരിക്കുകയായിക്കോട്ടെ, അമ്മായും കൂടിയിട്ട്. അപ്പൊ അമ്മായി പറയണ്ടേ, എന്താ പ്രമിഴടുത്ത് ഇപ്പോഴേക്കും ഒരു സംശയം പോലെ, ഇത്രയും നല്ലൊരു ബന്ധം നമ്മുടെ പ്രീതി മോൾക്ക് ഇനി കിട്ടോ? അത് ശരിയാ രാധ പറഞ്ഞത്, പക്ഷേ എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ. ആ കുട്ടിയുടെ അമ്മക്ക് ഒട്ടും താല്പര്യമില്ലാന്ന് തോന്നുന്നു ആ മനോരമയ്ക്ക്. അത് പ്രമിളടുത്ത് പറഞ്ഞ ശരിയാട്ടോ. ആ ഒരു അഹങ്കാരം പിടിച്ച സ്ത്രീയാണ്, വായ തുറന്ന പൊങ്ങച്ച വർത്താനം മാത്രമേ ഉള്ളൂ. അവർക്ക് വലിയ താല്പര്യമില്ലെന്നാ എനിക്കും തോന്നുന്നത്. പക്ഷെ ആ കുടുംബത്തിന് ബാക്കി ആരും കുഴപ്പമില്ല എന്ന് രാധ പറയുമ്പോൾ പ്രമീള പറയണ്ട്. അതെ, എനിക്ക് പക്ഷേ നമ്മുടെ കുട്ടീനെ എങ്ങനെയാ രാധെ ഇതിങ്ങനെ വിശ്വസിച്ച് അവരുടെ വീട്ടിലേക്ക് അയക്കാൻ പറ്റുന്നത്? എന്തൊക്കെ പറഞ്ഞാലും അമ്മായിമ്മയുടെ സ്വഭാവം ഇങ്ങനെയല്ലേ. നമ്മുടെ മോളെ എങ്ങനെയാ ആ കുടുംബത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ വേണ്ടേ കല്യാണം കഴിപ്പിക്കാൻ? ഒരാൾ ഉടനെ നിൽക്കുമ്പോൾ അതും ആ പയ്യന്റെ അമ്മ തന്നെ. അങ്ങനെ ആകുമ്പോഴേക്കും എങ്ങനെയാ രാധെ നമുക്ക് നമ്മുടെ മോളെ അങ്ങോട്ടേക്ക് അയക്കാൻ പറ്റുന്നത് എന്നൊക്കെ പ്രമീള ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് നമ്മുടെ ആ മുത്തശ്ശി വരുന്നുണ്ടോ. എനിക്ക് തോന്നി നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചിരിക്കുമായിരിക്കുമെന്ന്. നിങ്ങൾ സംശയിച്ചതൊക്കെ സത്യം തന്നെയാ. മനോരമക്ക് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അവള് ഭയങ്കര സമ്പത്തുള്ള വീട്ടിൽ നിന്ന്, കുറച്ചുകൂടി പണവും പ്രതാപമുള്ള വീട്ടിൽ നിന്ന് മോനെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇത്ര നാൾ ആഗ്രഹിച്ചത്. പെട്ടെന്ന് അവന് ഇവിടുത്തെ പെൺകുട്ടിനെ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോഴേക്കും അവൾക്കത് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ മനോരമ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര അഹങ്കാരിയും പൊങ്ങച്ചക്കാരിയൊന്നും അല്ല കേട്ടോ. അവൾ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ മരുമകളല്ലേ, അവള് വലിയ കുഴപ്പമൊന്നുമില്ല, ആളൊരു പാവം തന്നെയാ. പിന്നെ ഇവിടുത്തെ കുട്ടീനെ ആകാശ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം നല്ല കുട്ടിയാ പ്രീതി. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും സായിറാം ഫാമിലിയിൽ വരാൻ പറ്റിയ മരുമകൾ തന്നെയാ പ്രീതി. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. സായിറാം കുടുംബത്തിലെ ആദ്യത്തെ മരുമകൾ പ്രീതി തന്നെയാണെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പിന്നെ മനോരമയുടെ കാര്യത്തിലാണ് നിങ്ങൾക്ക് ടെൻഷനെങ്കിൽ ഞാൻ ഗ്യാരണ്ടി പറയുന്നു, ഞാൻ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ മകൾ അവിടെ രാജകുമാരനെ പോലെ കഴിയും. അതിനു മുമ്പ് തന്നെ രാജകുമാരി ആവും കേട്ടോ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. മനോരമയുടെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണോണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ മനോരമേനെ അവളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അവൾ ഒരു ബുദ്ധിമുട്ടും നിങ്ങളുടെ മകൾക്ക് ഉണ്ടാക്കില്ല. നിങ്ങളുടെ മകൾ രാജകുമാരനെ പോലെ ഞങ്ങളുടെ വീട്ടിൽ വാഴും എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും അമ്മായിക്ക് സമാധാനമാവുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഡൗട്ടൊക്കെ തീർന്നില്ലേ? മുത്തശ്ശി പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമാണ് എന്ന് രാധ അത് അമ്മായി പറയുവാണ്. പ്രമീളയുടെ അമ്മയും പറയുന്നുണ്ട്. അതെ, മുത്തശ്ശി പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വേറൊരു കാര്യം ആലോചിക്കാനില്ല, എങ്കിൽ രണ്ടുപേരും വാ എന്ന് പറഞ്ഞ മുത്തശ്ശി അകത്തേക്ക് വിളിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതി അച്ഛനെയും കൂട്ടിക്കൊണ്ട് ചെയറിലിങ്ങനെ വീൽ ചെയറിലിങ്ങനെ കൊണ്ടുവരികയാണ്. അതിനുശേഷം അച്ഛനെ നമ്മൾക്ക് ഓരോരുത്തരെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ശ്രുതി. അച്ഛ, ഇതാണ് ഞാൻ ജോലിക്ക് കൊടുത്ത ആൾക്കാരാണ് കേട്ടോ. ഇതാണ് അശ്വിൻ സായിറാം. ഇത് ആകാശ് സർ. ആകാശത്തിന് വേണ്ടി പ്രീതിച്ചിക്ക് പെണ്ണ് കാണാൻ വേണ്ടി വന്നിരിക്കുക ഇവിടെ എല്ലാവരും എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛനെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അത് മനോരമ ആൻറ്റി, അത് ആകാശ് സാറിന്റെ അമ്മയാ. ഇത് അച്ഛൻ എന്ന് പറയുമ്പോൾ മോഹനങ്ങൾ, ഇത് അച്ഛൻ, ഇത് അഞ്ജലി മാഡം എന്ന് പറയുമ്പോൾ അഞ്ജലിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്താങ്കിലും ഇങ്ങനെ നോക്കണത്, എന്നെ എവിടെയെങ്കിലും കണ്ട പരിചയമുണ്ടോ? എന്നിങ്ങനെ കാണിക്കുന്നുണ്ട്. ഷ എന്ന് പറയുന്നുണ്ട്. എന്താ അങ്കിളിന് എന്തോ പറയാനുണ്ടെന്ന് തോന്നണല്ലോ. ഷ എന്ന് മാത്രം പറയുന്നുണ്ട്. അപ്പോഴേക്കും അമ്മായിയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്താ ഏട്ടൻ പറയണതെന്ന് ചോദിക്കുമ്പോൾ ഷ എന്ന് മാത്രം പറയുന്നുണ്ട്. എന്താ അപ്പോഴേക്കും നമ്മുടെ അമ്മായി പറഞ്ഞത്, ഓ അത് ഷാമോനെ കുറിച്ച് പറയായിരിക്കും. ഷാമോനെ നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ, ഇവിടെ ഉണ്ട് ആള്, ഷാമോനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പറയായിരിക്കും അല്ലേ. ഞാൻ ഷാമോനെ ഇപ്പൊ വിളിക്കാൻ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മായി അപ്പുറത്തേക്ക് പോകുവാട്ടോ. അതിനുശേഷം അമ്മ പറഞ്ഞിട്ട്, മോളെ അച്ഛനെ അകത്ത് കൊണ്ടേ കിടത്തിക്കോ എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി അച്ഛനെ തള്ളിക്കൊണ്ട് അകത്തേക്ക് പോകുവാട്ടോ.
അങ്ങനെ ശ്രുതി അച്ഛനെയും കൊണ്ടിട്ട് ആ വീൽ ചെയറിൽ കസേരയിൽ കിടക്കെ കട്ടിലെ കൊണ്ടേ കിടത്തുമ്പോഴേക്കും ശ്രുതി ചോദിക്കണ്ട എന്ത് പറ്റിയച്ച എന്താന്ന് ചോദിക്കുമ്പോഴേക്കും ഷാ ഷാ എന്ന് ഞാൻ പറയുന്നുണ്ട്. ആ സമയത്ത് അശ്വിൻ അങ്ങോട്ടേക്ക് വരിക കേട്ടോ. എന്താ ശ്രുതി, എന്താ അച്ഛൻ പറയാൻ ശ്രമിക്കണത്? അത് ഷാംസാനെ കുറിച്ച് തന്നെയായിരിക്കും സർ. ഷാംസാനെ നിങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ടായിരിക്കും അച്ഛൻ പറയണത്. ഓ സാർ അപ്പുറത്തേക്ക് വാ, ഷാംസാനെ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അച്ഛനവിടെ എത്തിയതിനു ശേഷം അശ്വിനെ പോയിട്ട് ഉമ്മറത്തേക്ക് പോകുക കേട്ടോ. ആ സമയത്ത് അമ്മായി അവിടെയൊക്കെ ചെന്ന് ഷ്യാമിനെ അന്വേഷിക്കുന്നുണ്ട്. ഷ്യാമിനെ കാണുന്നില്ല. അമ്മായി പറയുന്നുണ്ട് അശ്വിനോട്, ഷ്യാമിനെ കാണുന്നില്ല, ആള് പോയെന്ന് തോന്നുന്നു. അപ്പോഴേക്കും അശ്വിൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്, സമയം ഒത്തിരിയായി, പോയിട്ട് അത്യാവശ്യമുണ്ട്. മോനെ പോലെ തന്നെ ഷ്യാമോൻ നിന്ന് നിപ്പി പെട്ടെന്ന് തിരക്ക് വന്നിട്ട് പെട്ടെന്ന് പോകും എന്ന് പറയുമ്പോൾ ശരിയെങ്കിൽ എന്ന് ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് പറയണം. അങ്ങനെ എല്ലാത്തും യാത്ര ചോദിച്ചിട്ട് എല്ലാവരും ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശി പറയണ്ടതേ പ്രീതിയുടെ ജാതക നില തരുവാണെങ്കിൽ ഞങ്ങളൊന്ന് പോയി ജാതകമൊക്കെ നോക്കായിരുന്നു, അതിനെന്താ എന്ന് പറഞ്ഞിട്ട് അമ്മ അടുക്കളയിൽ പോയിട്ട് പൂജാരിൽ പോയിട്ട് ജാതകം എടുത്തുകൊണ്ട് വരിക കേട്ടോ. അതിനെ മുത്തശ്ശിക്ക് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, ഞാൻ ഈ വിവാഹം നടക്കാൻ പോണ കാര്യം ശ്യാമേട്ടനോട് വിളിച്ചു പോട്ടെ, ശ്യാമേട്ടന് ഭയങ്കര സന്തോഷവും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി ഫോണായിട്ട് ശ്യാം നിൽക്കുന്ന റൂം ഉണ്ടല്ലോ അതിന് തൊട്ട് മുമ്പിൽ തന്നെ വന്നിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ ശ്യാമേട്ടൻ ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലാവരും ഗൃഹനിലേക്ക് വാങ്ങിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ അശ്വിൻ അഞ്ജലിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ചേച്ചി എന്താ ഷ്യാമേട്ടനെ വിളിച്ചോണ്ടിരിക്കുക, കിട്ടുന്നില്ലതേ, എല്ലാവരും പുറപ്പെടാൻ തയ്യാറായി, ചേച്ചി വാ നമുക്ക് പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അഞ്ജലിനെയും കൂട്ടിക്കൊണ്ട് അശ്വിൻ പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. പുറത്തിറങ്ങി കഴിയുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, ആകാശ് നീ എല്ലാവരും കൊണ്ട് വീട്ടിലേക്ക് പോയിക്കും, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ശരി ഏട്ടാ എന്ന് പറഞ്ഞിട്ട് ആകാശ് എല്ലാവരും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവാം. ആകാശിനെ പ്രീതിനെ നോക്കിയിട്ട് ശരി എന്താന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ സന്തോഷത്തിൽ പോകും കേട്ടോ. അതിനുശേഷം നമ്മുടെ എല്ലാവരും പോയി കഴിയുമ്പോഴേക്കും അശ്വിൻ വീണ്ടും ശ്രുതിയുടെ വീട്ടിലേക്ക് കയറുവാണ്. ആ സമയത്ത് നമ്മുടെ പ്രീതിയും ശ്രുതിയും കൂടി കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. ചേച്ചിക്ക് സന്തോഷമായില്ലേ എന്ന് പറയുമ്പോൾ സന്തോഷമായി മോളെ എന്ന് പറഞ്ഞിട്ട് പ്രീതിയും ശ്രുതി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്താണ് അശ്വിൻ വാതിൽ ഇങ്ങനെ മുട്ടുന്നത്. ആരും വന്നിട്ടുണ്ടല്ലോ, ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് പ്രീതി വാതിൽ തുറക്കുമ്പോൾ അശ്വിനെ കാണുവാണ്. ആ സാറോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതിയും വരുന്നുണ്ട്. ആ സാർ പോയില്ലേ, എന്ത് പറ്റി സർ, എന്തെങ്കിലും മറന്നു വെച്ചോ? അതെനിക്ക് പ്രീതി എടുത്ത് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതെന്തിനാ ചേച്ചിയെടുത്ത് സാറ് സംസാരിക്കണത്? ഞാനുള്ളപ്പോൾ സംസാരിച്ചാൽ മതി പ്ലീസ് ശ്രുതി കുമാരി ലക്ഷ്മി, എനിക്ക് തന്നെ ചേച്ചിയെടുത്ത് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറയുമ്പോഴേക്കും അപ്പുറത്ത് ഫോൺ ബെല്ലടിക്കും കേട്ടോ. പ്രീതി പറയണ്ട, മോളെ ആ ഫോൺ എടുത്തിട്ട് ആരാന്ന് നോക്ക്. വേണ്ട ചേച്ചിയുടെ ഒറ്റയ്ക്ക് നിർത്തി ഞാൻ പോവില്ല. അതെ എനിക്ക് അശ്വിൻ സാർ എന്നോട് സംസാരിച്ചിട്ടേ മോള് പോയി ഫോൺ എടുക്കുക എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി ഫോൺ എടുക്കാൻ പോകുമ്പോഴേക്കും നമ്മുടെ പ്രീതി ചോദിക്കുന്നുണ്ട്, എന്താ സാർ പറയാനുള്ളത് ചോദിക്കുമ്പോൾ അശ്വിൻ കുറച്ച് മാറി നിൽക്കുകയാണ്. അപ്പോഴേ പ്രീതിയും പോകുന്നുണ്ട് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ പ്രീതി എടുത്ത് സോറി പറയാൻ വേണ്ടിയിട്ടായിരുന്നു. സോറിയോ, എന്തിനാ സർ? അത് അന്ന് വിവാഹം മുടങ്ങിയത് ഞാൻ കാരണമാണല്ലോ. സത്യം പറഞ്ഞാൽ അതെനിക്ക് എനിക്ക് അറിയില്ലായിരുന്നു പ്രീതി തന്റെ വിവാഹമാണെന്നൊക്കെ. ശ്രുതി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും ഞാൻ വിശ്വസിച്ചില്ല. അയാൾ വെറുതെ പറഞ്ഞതാ, ഞാൻ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് ഞാൻ കാരണം തനിക്ക് അന്നൊരു ബുദ്ധിമുട്ടുണ്ടായി, അതിന് എനിക്ക് ക്ഷമ തരണം എന്ന് പറയുക കേട്ടോ. അയ്യോ സാർ എന്നോട് ക്ഷമയും ചോദിക്കേണ്ട. സത്യം പറഞ്ഞാൽ അന്ന് ആ വിവാഹം മുടങ്ങിയത് നല്ലതായെന്നാ ഞാൻ വിചാരിക്കണത്. അതുകൊണ്ട് എനിക്ക് ഇത്ര നല്ലൊരു വിവാഹാലോചന കിട്ടിയില്ലേ. അത് മാത്രമല്ല വലിയൊരു കാര്യമുണ്ട് സാർ അതിന് പിന്നിൽ. അവര് പണത്തിന് വേണ്ടി മാത്രം എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതുകൊണ്ടല്ലേ വിവാഹത്തിന് തലേ ദിവസം തന്നെ പണം വീണ്ടും ആവശ്യപ്പെട്ടത്. അങ്ങനെ ഒരാളുടെ ഭാര്യയായിട്ട് എനിക്ക് ജീവിക്കേണ്ടി വന്നിരുന്നെങ്കിൽ എനിക്ക് ആലോചിക്കാനേ വയ്യ. അതുകൊണ്ട് അതൊക്കെ നല്ലതിനാണെന്ന് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറയുമ്പോൾ അശ്വിനും വല്ലാത്ത സന്തോഷം തോന്നും കേട്ടോ. അപ്പൊ ഇവര് രണ്ടുപേരും സംസാരിക്കാൻ കേൾക്കുമ്പോൾ ശ്രുതിക്ക് വല്ലാത്ത സന്തോഷം തോന്നുവാണ്. കാരണം അശ്വിൻ സോറിയൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ തന്റെ ചേച്ചിയെടുത്ത്. അങ്ങനെ നമ്മുടെ അശ്വിനും പ്രീതിയും കൂടി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുവാട്ടോ. പരസ്പരം ചിരിച്ചോണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.